പണ്ട് സന്ദേശ സിനിമയിൽ ഒരു സീനുണ്ടല്ലോ, അതിലെ പ്രധാനപ്പെട്ട നേതാവ് തലയിൽ കൂടെ മുണ്ടിട്ട് ക്ഷേത്രത്തിൽ പോകുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നടന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളുമാണ് തഞ്ചാവൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം സന്ദർശിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലെ വലിയ ചർച്ചയാണ്, പ്രത്യേകിച്ച് തമാശ രൂപേണയാണ്. ഈ പിണറായി ഉൾപ്പെടെയുള്ളവർ സനാതന ധർമ്മത്തെ തകർക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട വലിയ പ്രസംഗങ്ങളും ക്ലാസ്സുകളും എല്ലാം എടുക്കുമ്പോഴാണ് ആ വീട്ടിൽ നിന്ന് തന്നെ ഭാര്യയും അതോടൊപ്പം തന്നെ മകളും ക്ഷേത്രം സന്ദർശിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഇത് എല്ലാ കാലത്തും ഈ CPM-കാർ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. ഈ സഹാക്കന്മാർ പോകത്തില്ല, അവരുടെ ഭാര്യമാരും മക്കളുമൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിയത്തില്ല. മക്കൾ പോയാലോട്ടും, പക്ഷെ ഭാര്യമാർ പോയാൽ ഇപ്പോൾ കൂടുതലായിട്ടും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭാര്യയും മകളും പോയി. എവിടെയാണ് പോയത്? ബൃഹദേശ്വരി ക്ഷേത്രത്തിൽ. ശിവലിംഗമാണ് അവിടുത്തെ. ശിവനെയാണ് പിടിച്ചത്. ശിവൻ ക്ഷിപ്രപ്രസാദിയാണ്. മനസ്സുരുകി അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പൊ ആ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന പിണറായി വിജയന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി? രണ്ടും കുടുംബത്തിന് വേണ്ടിയാകും. അത്തരത്തിലുള്ള പൂജകൾ നടത്തി കാണും. അത് പുറത്ത് വിട്ടിട്ടില്ല. അതിപ്പോൾ താമസിയാതെ പുറത്ത് വരുമെന്നുള്ളതാണ്. ശിവൻ ക്ഷിപ്രപ്രസാദിയാണ്, പക്ഷെ ക്ഷിപ്രഗോപിയുമാണ്. നമ്മൾ മനസ്സുരുകി അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി, അതിങ്ങോട്ട് കിട്ടും, പെട്ടെന്ന് സാധിച്ചു തരും. അതാണല്ലോ ഇവിടെ വേണ്ടത്. SFIO കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തടയിടത്തക്ക രീതിയിൽ പോകണം. പ്രത്യേകിച്ച് MA ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സ്ഥിതിക്ക് ഏതൊക്കെ വഴിക്കൂടെ കയറി വരും എന്നൊന്നും അറിയത്തില്ല. കഷ്ടകാലത്തിന് എന്തും ഏത് രൂപത്തിലും വരാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന് വേണ്ടിയിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ കാടാമ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് പൂമൂടൽ. ഇവിടെ പൂമൂടൽ നടത്തിയിട്ടുണ്ട്. അന്ന് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയോ ചാനലുകളോ ഒന്നും ഇല്ല. പൂമൂടൽ നടത്തി എന്നൊരു വാർത്ത മാത്രം പത്രങ്ങളിൽ വന്നു. അതിനെ ചൊല്ലി വലിയ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. കോടിയേരിയുടെ പേരിലായിരുന്നു താൻ. അപ്പോൾ കരുണാകരൻ ഭക്തനാണെന്നുള്ളത്, കോൺഗ്രസ്സുകാരൊക്കെ ഭക്തന്മാരാണല്ലോ. കരുണാകരൻ്റെ ഭക്തിയെക്കുറിച്ച് കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ എല്ലാ മലയാള മാസവും 1-ാം തീയതി അദ്ദേഹം എത്തിയിരിക്കും. ഒരിക്കൽ കാടാമ്പുഴയിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അപകടഘട്ട സമയത്താണ് വഴിപാട് നടത്തണം പൂമൂടൽ. കാരണം കാടാമ്പുഴയിലെ പൂമൂടൽ ബുക്കിംഗ് വളരെ പിന്നെ ദീർഘനാളത്തേക്ക് അങ്ങ് ചെയ്തിരിക്കുകയാണ്, ബുക്കിംഗാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2036, 38 വരെയൊക്കെ അങ്ങ് ബുക്കിംഗ് ആയിരിക്കും. കരുണാകരൻ ഉടനടി നടത്തണം. അതിനുവേണ്ടി ഏതോ ഒരു ഭക്തൻ്റെ ഡേറ്റ് മാറ്റിയെടുപ്പിച്ചു. അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ല, ഏതോ ഒരു ഭക്തൻ, കരുണാകര ഭക്തനാണ്. ആ ഭക്തൻ്റെ കയ്യിൽ നിന്ന് ഡേറ്റ് വാങ്ങിക്കൊണ്ട് ആ ഡേറ്റ് നടത്തി എന്നുള്ളതാണ്. ഒരിക്കൽ ഈ അവിടെ ഡൽഹിയിലെ AICC സമ്മേളനം എന്തൊക്കെ നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കരുണാകരൻ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ പോകുമെന്ന് ഇന്ദിരാഗാന്ധിക്ക് വരെ അറിയാം. കരുണാകരന് വേണ്ടി പ്രത്യേക ഫ്ലൈറ്റ് വരെ വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. 1-ാം തീയതി ഇവിടെ ഒന്ന് ദർശനം നടത്തി തിരികെ അങ്ങ് എത്താൻ വേണ്ടിയിട്ട്. കരുണാകരൻ അത്രയും വൻ പിടിയുള്ള ആളുകൂടിയാണല്ലോ. അല്ല, അതുപോലെ തന്നെ ഇനി പിണറായി വിജയൻ ഭാര്യയ്ക്ക് മകൾക്ക് നിരന്തരം ഹെലികോപ്റ്റർ വിട്ടുകൊടുക്കുമോ തഞ്ചാവൂർ പോയിട്ട് വരാനായിട്ട്? അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിലെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ടിരിക്കുകയാണ്. അതെ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇവർ പോയാൽ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ്. പക്ഷേ മധുരയിൽ നിന്ന് തഞ്ചാവൂരോട്ട് കയറിയപ്പോൾ ആരും അറിയില്ല എന്ന് വിചാരിച്ചു. പാർട്ടി സമ്മേളന സ്ഥലത്ത് ഉണ്ടായിരുന്നല്ലോ ഇവർ VS അച്യുതാനന്ദൻ്റെ മകൻ അരുൺ അല്ലേ? അരുൺ എല്ലാ മലയാള മാസവും 1-ാം തീയതി ശബരിമലയിലെത്തും. ഇത് എൻ്റെ അടുക്ക ഒരു തന്ത്രി തന്നെയാണ് പറഞ്ഞത്. ശബരിമലയിലെ തന്ത്രി തന്നെയാണ് പറഞ്ഞത്. തന്ത്രിയെ വന്ന് കാണുകയൊക്കെ ചെയ്യും. അത് നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല. VSന് വേണ്ടിയിട്ടായിരിക്കാം. കോടിയേരിയുടെ മക്കളും പോയിട്ടുണ്ട്. കോടിയേരിയുടെ ഭാര്യ നല്ല 1-ാം തരം ഭക്തിയല്ലേ. കോടിയേരി പിന്നെ ഈ കയ്യിലെ ഏലസ് കെട്ടിയിട്ടില്ലേ? അത് ഏലസ് കെട്ടിയിരിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ കാണത്തില്ല നമുക്ക്. ഇപ്പം അരയിൽ കെട്ടിയാലും പോരെ, ജപിച്ച് കെട്ടിയാൽ. ഇദ്ദേഹം കെട്ടിയിരിക്കുന്നത് ഇവിടെ ഈ പിന്നെ ഈ കക്ഷത്തിന് താഴെയായിട്ടാണ്. അത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഹാഫ് കൈ ഷർട്ടാണല്ലോ, വലിയ ഇവിടെ വരെയുള്ളത്. ആരും അറിയുന്നില്ല. ആരോ പത്രക്കാരൻ കണ്ടുപിടിച്ചു ഏലസ് കെട്ടിയിരിക്കുന്നുള്ളത്.
ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ആണ് ഇത് കെട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉടനെ എന്ത് ചെയ്യും? ഇപ്പം സംഖ്യയാണ്. ശബരിമലയ്ക്ക് പോയാൽ ഉടനെ എന്ത് പറയും? സംഖ്യയാണല്ലേ, കാവി ഉടുത്തോണ്ട് ഇതുവഴി നടന്നു നോക്കും, സംഖ്യയാണ്. അങ്ങനെയാണ് കാണുന്നത്. കടകംപള്ളി സുരേന്ദ്രന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുണ്ട്. ശബരിമലയിൽ അവിടെ ഈ മണ്ഡലമാസ സമയത്ത്, മണ്ഡലപൂജ സമയത്തും മകരവിളക്ക് സമയത്തും ദേവസ്വം മന്ത്രിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. ഭക്തരാണെന്നുണ്ടെങ്കിൽ അങ്ങ് തൊഴുതു നിൽക്കും. ദീപാരാധന സമയത്ത് നട തുറക്കുമ്പോൾ ഈ പന്തളത്ത് നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് ശേഷമാണല്ലോ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. അപ്പോൾ ദേവസ്വം മന്ത്രിമാർ മുമ്പിൽ ഉണ്ടാകും. കഴിഞ്ഞ തവണ ഓർക്കുന്നില്ലേ? ഇക്കഴിഞ്ഞ തവണ നമ്മുടെ VN വാസവൻ അവിടെ പോയി നിന്ന്, VN വാസവൻ എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ ഒരു വെള്ള ഷർട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വടി ഒത്ത് ഇങ്ങനെ നിൽക്കും. അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 5 പേരുടെ ദർശനമാണ് മുടങ്ങുന്നത്. രാധാകൃഷ്ണൻ ഈ തീർത്ഥം വാങ്ങിച്ചിട്ട് തറയിലോട്ട് ഒഴിക്കുന്നു. പക്ഷെ കടകംപള്ളി എന്ത് ചെയ്യുന്നു അറിയാം? ഒരിക്കൽ നിന്ന് ഭംഗിയോടുകൂടി തൊഴുതു. അദ്ദേഹം ഭക്തനാണെന്ന്. തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ AK സെൻറ്ററിൽ നിന്ന് വയറ് നിറയെ കിട്ടി. അതിൻ്റെ പേരിൽ പിന്നെ അതിനോടൊപ്പം തന്നെ ഗുരുവായൂർ പോയിട്ട് അദ്ദേഹം അർച്ചന നടത്തിയില്ലേ, അത് പുറത്തു വന്നു. ഇതിനൊക്കെ പാർട്ടി അദ്ദേഹത്തെ ശാസിച്ചു. മറ്റൊന്നുമല്ല, രഹസ്യമായിട്ട് വേണമെങ്കിൽ ആയിക്കോ. മറ്റേ സന്ദേശം സിനിമയിൽ ശങ്കരാടിയുടെ പേരെന്താ അതിനകത്ത് ഉണ്ടല്ലോ അല്ലേ, ഒരു ശങ്കരാടിയുടെ ശ്രീനിവാസൻ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ശങ്കരാടി വളരെ രഹസ്യമായിട്ട് പറയത്തില്ലയോ അല്ലേ? അത് വേണമെങ്കിൽ ക്ഷേത്ര സന്ദർശനവും കണ്ട കാര്യം. ഈ പിണറായിയുടെ മകളും ഭാര്യയും ഒക്കെ ഇങ്ങനെ അമ്പലങ്ങളിൽ പോയി. എന്നിട്ടാണ് ഗുരുവായൂർ, എന്നിട്ട് ഈ പിണറായി ഒരിക്കൽ ഗുരുവായൂർ പോയില്ലേ, എന്താ പറഞ്ഞത്? അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് അല്ലേ? ഇതെന്ത് ഒരു തരം ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത്? അതെന്താ അറിഞ്ഞ എന്താ കുഴപ്പം? എന്താ അവിടെ അതൊക്കെ അതിനകത്ത് അവിടെ ശ്രീകൃഷ്ണനാണ് പ്രതിഷ്ഠ എന്നൊക്കെ അറിഞ്ഞത് കൊണ്ട് എന്താ ഈ മറ്റൊരു അത് പാർട്ടി ലൈനിൽ നോക്കുമ്പോൾ കമ്മ്യൂണിസത്തിന് മുകളിലേക്ക് ഈ ഭക്തി വിശ്വാസങ്ങൾ വളർന്നിട്ടുണ്ടോ പാർട്ടിയിൽ? പാർട്ടിയിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പിണറായി വിജയൻ ശബരിമലയിൽ വന്നിട്ടില്ല. 2016 ശബരിമലയിൽ വന്നു. അതിന് വേറെ ലക്ഷ്യമുണ്ട്. അദ്ദേഹം 2016 മെയ് മാസത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, 1ാം പിണറായി സർക്കാർ. അത് കഴിഞ്ഞിട്ട് ആ കൊല്ലത്തെ തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദർശനം നടത്തി, മാസപൂജ. ദർശനം നടത്താൻ വേണ്ടി ഇറങ്ങിയത്, ദർശനമല്ല, ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് പമ്പയിൽ വന്നു. അവിടെ ഒരു വലിയ പിന്നെ ഇവരുടെ ഒരു അവലോകന യോഗമൊക്കെ ചേർന്ന് അത് കഴിഞ്ഞ് ശബരിമലയിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ അതിഭയങ്കരമായ മഴ, യാത്ര മുടങ്ങി. അന്ന് PC ജോർജ് പറഞ്ഞ കമൻറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സമയമായിട്ടില്ല, അയ്യപ്പൻ പിണറായിയെ വിളിച്ചിട്ടില്ല, തിരിച്ചു പോന്നു. പിന്നെ അത് കഴിഞ്ഞ് പോയി. പിറ്റേ വർഷമോ അതിന് ഇടയ്ക്കുള്ള സമയത്ത് പോയി അവിടെ ശ്രീകോവിലിൻ്റെ അവിടെ വരെ ചെന്നു കേട്ടോ. ശ്രീകോവിലിൻ്റെ അവിടെ വരെ ചെല്ലുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ ആദ്യത്തെ ആള് പിന്നെ പിണറായിയാണ്. ഇദ്ദേഹം മല കയറി കേട്ടോ, അല്ലാതെ ഡോളിലൊന്നും ആശ്രയിക്കേണ്ടി വന്നില്ല. അവിടെ ചെന്നിട്ട് എന്താണ് അപ്പോൾ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ നോക്കിയിട്ട് കഴുത്തിൽ മാലയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. കഴുത്തിൽ മാല ഇടണോ എന്താണെന്ന് ഇത് ഒരുതരം പിന്നെ അസ്വസ്ഥരാക്കുന്ന തരത്തിലുള്ള രീതിയിലാണ്. പിന്നെ ഇവർക്കൊക്കെ അറിയാം, ഈ CPM-ലെ മുഴുവൻ അനുയായികളും വിശ്വാസികൾ തന്നെയാണ്. ഇപ്പം പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു, കോന്നി MLA ഒക്കെ ആയിരുന്ന, ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയ ആളാണ്. അദ്ദേഹം ഒന്നാന്തരം ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പൂർവികരിലാലാണ് കോനകത്ത് ജാനകിയമ്മ, അവരാണ് ഹരിവരാസനം എഴുതിയതെന്ന് പറയുന്നുണ്ട്. ഹരിവരാസനം എഴുതിയതിൽ തർക്കം ഇപ്പോഴും നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതുപോലെ എത്ര പേര് നമ്മുടെ G. സുധാകരൻ്റെ വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിയിട്ടുണ്ട്. G. സുധാകരൻ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കും. G. സുധാകരൻ സംഖ്യയാണോ? പിന്നെ ഈ അഷ്ടമി രോഹിണി നാളിലെ അവിടെ ഇവർ കണ്ണൂരിലൊക്കെ ശോഭായാത്രയൊക്കെ നടത്തിയിട്ടില്ലേ? ഇവർ ക്ഷേത്രങ്ങൾ, ഇവർക്ക് മനസ്സിലായി കേരളത്തില് ഈ BJPയും സംഘപരിവാറും ഒക്കെ ക്ഷേത്രങ്ങളിലേക്ക് കൂടുതൽ പ്രവേശിക്കുമ്പോൾ
ഈ പ്രാദേശിക തലത്തിൽ CPMകാരോട് പ്രത്യേക ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായി പിടിച്ചെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. ഇനിയും ഭഗവാനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. പിണറായിക്ക് ഇനിയും നല്ലത് കിട്ടും. കാരണം അയ്യപ്പൻ്റെ അടുക്കൽ കളിക്കാൻ പോയ ആളാണ്. 2 യുവതികളെ ചാക്കിൽ കെട്ടി അവിടെ കൊണ്ടുവന്ന് ദർശനം നടത്തിച്ചിട്ടില്ലേ, അതിന് തക്കതായ ശിക്ഷ കൊടുത്തിരിക്കുക. അയ്യപ്പൻ നമ്മൾ വിചാരിക്കുന്ന കക്ഷിയൊന്നും അല്ല. അത് നമ്മൾ വിചാരിക്കും എന്താ ഇതുവരെ ശിക്ഷ കൊടുക്കാത്തതെന്ന് കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിങ്ങനെ ക്രമേണ ഇങ്ങനെ നമുക്ക് കാണാമെന്നുള്ളതാണ്. രണ്ടാമതും പിണറായി അധികാരത്തിൽ വന്നില്ലേ, ഇതാണോ അയ്യപ്പൻ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. കൊടുത്തോണ്ടിരിക്കുകയാണ് അയ്യപ്പൻ. വളരെ നിശബ്ദമായിട്ട് എല്ലാം അനുഭവിച്ച് തീർത്തിട്ട് വിടുകയുള്ളൂ. കളിച്ചത് മറ്റെങ്ങുമല്ല, ശബരിമലയിൽ കളിച്ചതിൻ്റെ ഒരു ശിക്ഷ കിട്ടും. അതിന് പ്രായച്ചിത്തമായിട്ട് ചിലപ്പോൾ പിണറായി വേണമെന്നുണ്ടെങ്കിൽ പിണറായിയുടെ മകളെ ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, ഭാര്യയ്ക്ക് വേണമെങ്കിൽ പോകാം. ഭാര്യ താമസിയാതെ കെട്ട് നിറച്ച് ശബരിമലയിൽ പോകുന്നു നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.